അങ്ങനെ ഗംഗാധരമേനോൻ വന്ന് മുത്തശ്ശിയോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, വൈജ പാവല്ലേ മോനെ, അവളുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമാക്കിയിട്ട് വേണം നീ പോവാനായിട്ട്. ഇത് കേൾക്കുമ്പോൾ ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, വൈജ പാവോ, അവൾ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ അമ്മ മറന്നോ? ഇപ്പോഴത്തെ അവളുടെ അവസ്ഥയ്ക്ക് കാരണം അവൾ തന്നെയല്ലേ? ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശി വൈജയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും അവൾ അവൻ്റെ ഭാര്യയല്ലേ മോനെ, അവൻ്റെ 3 മക്കളെ പ്രസവിച്ച അമ്മയല്ലേ. അവൾക്ക് എങ്ങനെയാ അവന് മറ്റൊരു സ്ത്രീയിലുണ്ടായ മോളെ അംഗീകരിക്കാൻ കഴിയുക? ഇത് കേൾക്കുമ്പോൾ ഗംഗാധരമേനോൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അവളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലേ? അവൾ 3 അല്ലല്ലോ, 4 പ്രസവിച്ചിട്ടില്ലേ? അതിലൊന്ന് വിവാഹത്തിന് മുൻപ്. അത് തന്നെയല്ലേ ബാലേന്ദ്രൻ സംഭവിച്ചത്. അയാൾക്ക് വിവാഹത്തിന് മുമ്പുണ്ടായ ബന്ധത്തിലെ കുട്ടിയല്ലേ അലീന. അങ്ങനെ വരുമ്പോൾ വൈജയുടെ തെറ്റ് മറച്ചു വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ബാലേന്ദ്രനെ കുറ്റം പറയാൻ സാധിക്കും? അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര നല്ല കുട്ടിയാ അലീന, എത്ര നല്ല പെരുമാറ്റം അവളുടെ. അമ്മേനെ പൊന്നു പോലെയല്ലേ അവൾ നോക്കിയിരുന്നത്. എപ്പോൾ മുതലാ അവൾ അമ്മയ്ക്ക് ശത്രുവായി മാറിയത്? അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, എനിക്ക് അവൾ ശത്രു ഒന്നുമല്ല, ഞാൻ അവൾ അങ്ങനെ കണ്ടിട്ടുമില്ല. അവൾ എന്നെ നല്ല പോലെ നോക്കിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ വൈജയ്ക്ക് അവളെ കണ്ടുകൂടല്ലോ. അവളെ ഉപേക്ഷിക്കണമെന്ന് ബാലേന്ദ്രനോട് പറയാൻ പറ്റില്ല. പക്ഷേ വൈജയുടെ കൺമുന്നിൽ നിന്നൊന്നും മാറ്റി നിർത്താലോ. അങ്ങനെയാവുമ്പോൾ അവരുടെ ജീവിതം എങ്ങനെയെങ്കിലും മുന്നോട്ട് പൊക്കോളൂ. ഞാൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ. ഇത് കേട്ടപ്പോൾ ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ബാലേന്ദ്രൻ്റെ മകളായി അലീന വന്ന പോലെ നാളെ ഒരു ദിവസം വൈജ പ്രസവിച്ച മകള് അമ്മയെ അന്വേഷിച്ചു വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ആ കുട്ടിയെ സ്വീകരിക്കുമോ അതോ മാറ്റി നിർത്തുമോ? ഇത് കേട്ടപ്പോൾ മുത്തശ്ശി ഒന്ന് പതറുന്നുണ്ട്. നീ എന്തിനാ ഗംഗാധര നടക്കാത്ത കാര്യം പറയുന്നേ? ആ കുട്ടി മരിച്ചു പോയില്ലേ, പിന്നെ എങ്ങനെ വരാനാ? അതുപോലെയാണോ ഇത്? ബാലേന്ദ്രൻ അവളെ സ്വന്തം വീട്ടിൽ നിർത്തിയിരിക്കുകയല്ലേ. അപ്പോൾ ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, ആ കുട്ടി മരിച്ചു പോയെന്ന് അമ്മോട് ആരാ പറഞ്ഞേ? ഇല്ലമ്മേ, ആ കുട്ടി മരിച്ചിട്ടില്ല, അതിപ്പോഴും ജീവനോടെയുണ്ട്. ഇത് കേട്ടതും മുത്തശ്ശി ആകെ ഞെട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ. ഗംഗാധര, നീ വെറുതെ ഇല്ലാത്തത് പറയരുത്. ആ കുട്ടി മരിച്ചു പോയെന്നാലോ അന്ന് നിന്റെ അച്ഛനും രാവുണ്ണിയേട്ടനൊക്കെ പറഞ്ഞത്? എൻ്റെ ഈശ്വര, ഇനി അതൊക്കെ കള്ളമായിരുന്നോ? അപ്പോൾ ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, അമ്മ ഞാൻ പറയുന്നത് സമാധാനപരമായൊന്ന് കേൾക്കണം. ഞാൻ പറഞ്ഞത് സത്യം അമ്മേ, ആ കുട്ടി മരിച്ചിട്ടില്ല, ആ കുഞ്ഞിപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ട്. ഇത് കേട്ടതും മുത്തശ്ശിയുടെ കണ്ണൊക്കെ നിറയാൻ തുടങ്ങിയിട്ടോ. എൻ്റെ ഈശ്വര, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നേ? വൈജയുടെ കുഞ്ഞ് മരിച്ചിട്ടില്ലെന്നോ? ഗംഗാധര, ഉള്ളതാണോ ഇതൊക്കെ? അപ്പോൾ ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, അതെ അമ്മേ, അത് മാത്രമല്ല ഇതിനൊരു മറുവശം കൂടിയുണ്ട്. ഈ സത്യങ്ങളൊക്കെ അറിയുന്ന മറ്റൊരാൾ കൂടിയുണ്ട്. അത് വേറെ ആരുമല്ല, ബാലേന്ദ്രൻ തന്നെയാണ്. അത് കേട്ടതും മുത്തശ്ശി ആകെ തകർന്നു പോകുന്നുണ്ട് കേട്ടോ. ആരാണോ ഈ സത്യം അറിയരുതെന്ന് ആഗ്രഹിച്ചേ ആ വ്യക്തി തന്നെ ഈ സത്യമൊക്കെ അറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി ഗംഗാധരനോട് ചോദിക്കുന്നുണ്ട്, നീ സത്യമാണോ പറയുന്ന മോനെ? ബാലേന്ദ്രന് ഇതൊക്കെ അറിയാവോ? അപ്പോൾ ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, അറിയാമേ. അതിനുശേഷമാണ് ബാലേന്ദ്രൻ വൈജയോട് അകൽച്ച കാണിക്കാൻ തുടങ്ങി. ഈ സത്യം അറിഞ്ഞപ്പോഴാണ് ബാലേന്ദ്രന് അറ്റാക്ക് വന്നത്. പിന്നീടുള്ള കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയാലോ. ഇതൊക്കെ കേട്ടോടുകൂടി മുത്തശ്ശി ആകെ തകർന്നു പോകുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യും ഗംഗാധര? വൈജയോട് നമ്മൾ എന്ത് പറയും? അവളുടെ ജീവിതം നശിച്ചു പോയല്ലോ. അപ്പോൾ ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, ഒന്നും നശിച്ചു പോയിട്ടില്ല അമ്മേ. ഇപ്പോഴും അവൾ വിചാരിച്ചാൽ അവളുടെ ജീവിതം പഴയ പോലെ തന്നെ മുൻപോട്ട് കൊണ്ടുപോകാം. ബാലേന്ദ്രന് ഈ സത്യം എപ്പോൾ വേണമെങ്കിലും അവളോട് പറയാമായിരുന്നു. പക്ഷേ അയാൾ അതൊന്നും പറഞ്ഞില്ല. അത് അവളോടുള്ള സ്നേഹം കൊണ്ടല്ലേ, താൻ കെട്ടിപ്പടുത്ത ആ കുടുംബം തകരരുതെന്ന് ആഗ്രഹിച്ചിട്ടല്ലേ. പിന്നെ വൈജയോട് കാണിച്ച അകൽച്ച അത് ആർക്കായാലും ഉണ്ടാവുമല്ലോ. തന്നെ ഇത്രയും കാലം ഭാര്യ വഞ്ചിക്കായിരുന്നു തോന്നുന്ന ഏതൊരു ഭർത്താവും ചെയ്യുന്ന കാര്യം അയാളും ചെയ്തിട്ടുള്ളൂ. അതിന് നമുക്ക് എങ്ങനെ അയാളെ കുറ്റം പറയാൻ സാധിക്കും? പിന്നെ അലീന, അമ്മ കരുതുന്ന പോലെ അലീന ബാലേന്ദ്രൻ്റെ മകളല്ല. താൻ അനുഭവിച്ച ചതിയുടെ വേദന അയാൾ നമുക്ക് തിരിച്ചു തന്നതാ. സത്യം പറഞ്ഞാൽ അയാളോട് പറഞ്ഞ ഓരോ വാക്കും നമുക്ക് നേരെയുള്ളതായിരുന്നു. മലർന്നു കിടന്ന് തുപ്പുന്ന പോലെയായിരുന്നു അത്. ഇതെല്ലാം കേട്ട് മുത്തശ്ശി ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം മുത്തശ്ശി തിരിച്ചു ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അലീനയെ മാറ്റിയാൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ തീരില്ലേ? അവൾ ബാലേന്ദ്രൻ്റെ മകളല്ലെങ്കിൽ പിന്നെ എന്തിനാ അവൾ അവിടെ പിടിച്ചു നിർത്തുന്നത്? അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, അവിടെയാണ് ബാലേന്ദ്രൻ എന്ന വലിയ മനുഷ്യനെ നമ്മൾ മനസ്സിലാക്കാതെ പോയത്. സത്യം പറഞ്ഞാൽ അലീന ബാലേന്ദ്രൻ്റെ അല്ല, നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അവളെ നോക്കേണ്ട കടമ നമ്മുടെയാണ്. ഇത് കേട്ട് ഒന്നും മനസ്സിലാവാതെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാ ഗംഗാധര ഈ പറയുന്നേ? അലീന എങ്ങനെയാ നമ്മുടെ ഉത്തരവാദിത്തമാവുന്നേ? അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, അത് പിന്നെ ഇനി അമ്മോട് പറയാതിരിക്കുന്നതിൽ അർത്ഥമില്ല. നമ്മളാരും അറിയാതെ പോയൊരു സത്യമുണ്ട്. 10-23 വർഷം ആ സത്യം അങ്ങനെ മൂടിക്കടന്നു. ഇപ്പോൾ അത് പുറത്തു വന്നിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, അലീന
ബാലേന്ദ്രൻ്റെ മകളല്ല, പക്ഷേ അവൾ നമ്മുടെ കുട്ടിയാണ്. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നമ്മുടെ കുട്ടിയെന്ന് പറയുമ്പോൾ? അതെ അമ്മേ, അവൾ നമ്മുടെ വൈജയുടെ മോളാ. വൈജ പ്രസവിച്ച ആദ്യത്തെ മോള്. ഇത് കേട്ടതും മുത്തശ്ശി ആകെ ഞെട്ടുന്നുണ്ട് കേട്ടോ. നീ എന്താ ഗംഗാധര ഈ പറയുന്നേ? അലീന അലീന എൻ്റെ വൈജയുടെ മോളാണെന്നോ? ഈശ്വര, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നേ? അപ്പോൾ ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് സത്യം അമ്മേ. അലീന നമ്മുടെ വൈജയുടെ മോളാ, അവളുടെ സ്വന്തം മോള്. ഈ രഹസ്യം അറിയാവുന്ന 3 പേരുണ്ടായിരുന്നു. 1 നമ്മുടെ അച്ഛൻ, 2 രാവുണ്ണി അമ്മാവൻ, 3 നമ്മുടെ അലീനയെ വളർത്തിയ ബ്രിജിത്താമ്മ. ഈ 3 പേരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ബ്രിജിത്താമ്മ മരിക്കുന്നതിന് മുമ്പ് ഈ സത്യങ്ങളെല്ലാം അലീനയെ അറിയിച്ചിരുന്നു. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൾ ഈ വീട്ടിൽ ഹോം നേഴ്സായി കയറി വന്നത്. അലീന ആരാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അച്ഛൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ മനുവിനെ ഏൽപ്പിച്ചത്. പണ്ട് ചെയ്തു പോയ തെറ്റിനുള്ളൊരു പ്രായശ്ചിത്തം. ഇത് കേട്ടതും മുത്തശ്ശിയാകെ പൊട്ടിക്കരയാൻ തുടങ്ങിയിട്ടോ. എന്തൊക്കെയാ മോനെ ഞാനീ കേൾക്കുന്നത്? അത് എൻ്റെ കുഞ്ഞായിരുന്നോ? അവളോടായിരുന്നല്ലോ ഈ കണ്ട ദ്രോഹങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൂട്ടിയത്. എനിക്കത് ഓർക്കാൻ വയ്യ. സ്വന്തം മോളാണെന്നറിയാതെ വൈജ എന്തൊക്കെ ക്രൂരതകളാണ് ആ കുഞ്ഞിനോട് കാണിച്ചത്. അവളിതൊക്കെ സഹിച്ച് ആരോടൊന്നും പറയാതെ ഇത്രയും കാലം നിന്നു. എന്തിനു പറയുന്നു, സ്വന്തം അനിയൻ തന്നെ അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചില്ലേ? എനിക്കതൊന്നും ആലോചിക്കാൻ വയ്യ. മുത്തശ്ശി പൊട്ടിക്കരയുന്നത് കണ്ടിട്ട് ഗംഗാധര മേനോനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. അമ്മ വിഷമിക്കാതെ, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കിനി എന്താ ചെയ്യാൻ പറ്റുക, അതിനെക്കുറിച്ച് വേണം ആലോചിക്കാൻ. അലീന സ്വന്തം മകളാണെന്ന് വൈജ ഒരിക്കലും അറിയരുത്. അറിഞ്ഞാൽ പിന്നെ വൈജ ഉണ്ടാവില്ല. അമ്മയ്ക്ക് അറിയാലോ അവളെ. മുത്തശ്ശിയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. എന്ത് വിധിയാ മോനെ ഇത്. ഇതൊക്കെ കാണാനും കേൾക്കാനും ഞാൻ ബാക്കിയായല്ലോ. എനിക്ക് എൻ്റെ അലീനെ കൊച്ചിനെ ഒന്ന് കാണണം. അറിയാതെ ആണെങ്കിലും ഞാനും ചിലപ്പോഴൊക്കെ അവളോട് മുഖം കറുപ്പിച്ചിട്ടുണ്ട്. അതും വൈജയ്ക്ക് വേണ്ടിയാ. ചെയ്തു പോയ തെറ്റിനൊക്കെ എൻ്റെ കുഞ്ഞിനോട് മാപ്പ് ചോദിക്കണം, അല്ലാതെ എനിക്കൊരു സമാധാനം കിട്ടില്ല. അപ്പോൾ ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, അതൊന്നും വേണ്ടമ്മേ, അവൾക്കെല്ലാവരെയും മനസ്സിലാവും. നല്ല കാര്യമുള്ള കുട്ടിയവള്. സമയമാവട്ടെ, അമ്മയ്ക്ക് അവളെ കാണിച്ചു തരാം. ആദ്യം ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ. അവൾക്ക് എവിടെയെങ്കിലും നല്ലൊരു ജോലി ശരിയാക്കി കൊടുക്കണം. അത് പറ്റിയില്ലെങ്കിൽ നല്ലൊരു സ്ഥലത്ത് കല്യാണം കഴിച്ചു വിടണം. എന്തായാലും നമ്മുടെ കുട്ടിയല്ലമ്മേ, അവളുടെ ഭാവി സുരക്ഷിതമാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അത് വേണം മോനെ, അവൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം. ഇത്രയും കാലം ഒരു അനാഥയെ പോലെ ജീവിച്ചില്ലേ അവൾ? ഇവിടെ വന്നിട്ടും ഒരുപാട് കഷ്ടപ്പെട്ടു. ഇനിയെങ്കിലും അതൊന്ന് സമാധാനത്തോടെ ജീവിക്കട്ടെ. അപ്പോൾ ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, അമ്മ വിഷമിക്കണ്ട, വേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്തോളാം. ഇതേ സമയം രോഹിത്തും ബബിതയും ഹരിയും രഞ്ജുവൊക്കെ ആകെ കൺഫ്യൂഷനിലാണ് കേട്ടോ. ഒരു ദിവസം കൊണ്ട് ഇവരെങ്ങനെയൊക്കെ മാറിയെന്നാണ് കേട്ടോ അവർ ചിന്തിക്കുന്നത്. എത്ര ആലോചിച്ചിട്ടും അവർക്കത് മനസ്സിലാവുന്നില്ല. അതേസമയം രേവതിക്കുട്ടിയെ കാണിക്കുന്നുണ്ട് കേട്ടോ. രേവതിക്കുട്ടിയും മാമച്ചനും ടോണിയെ അന്വേഷിച്ച് വീട്ടിലെത്തുന്നുണ്ട്. ഷെറിൻ്റെ എക്സ് ഹസ്ബൻഡാണ് കേട്ടോ ടോണി. കുഞ്ഞിനെ പറ്റിയുള്ള വിവരങ്ങൾ എന്തെങ്കിലും ടോണിക്ക് അറിയുമോ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രേവതിക്കുട്ടിയും മാമച്ചനും ടോണിയെ കാണാൻ വരുന്നത്. ആദ്യം ടോണി അവരോട് സംസാരിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിലും പിന്നീട് ടോണിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട് കേട്ടോ. കൂടുതൽ വിവരങ്ങൾ ചോദിക്കുമ്പോൾ ടോണി തിരിച്ച് ചോദിക്കുന്നുണ്ട്, എന്തിനാ നിങ്ങൾ ഇതൊക്കെ അറിയുന്നേ? ആ കുഞ്ഞിനെ എടുത്ത് വളർത്താനാണോ? അത് കേട്ടതും രേവതിക്കുട്ടിയും മാമച്ചനും ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്